നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഏതാ മനസ്സിലായോ? തൃശ്ശൂർ ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. മനസ്സിലായി തോന്നുന്നു ഓണസദ്യ പിഷാരടി റെസ്റ്റോറൻറ്റ്. കുറുപ്പം റോഡിലുള്ള പിഷാരടി റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇന്ന് ഞങ്ങൾ അവിടെ ഓണസദ്യ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. എൻട്രൻസിൽ ഇങ്ങനെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ, ഓണസദ്യ എന്നൊക്കെ എഴുതിയിട്ട്. അതിൽ കുറേ ഓഫറുണ്ട് കേട്ടോ. ഒരു ഇലയ്ക്ക് 250 രൂപയാണ് ചാർജ്. അത് തന്നെ 5 ഇലയ്ക്കാകുമ്പോൾ ഓഫറൊക്കെ ഉണ്ട്. പിന്നെ അവർ അവരുടെ വകയായിട്ടുള്ള പ്രൊഡക്ട്സ് കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പപ്പടം, പായസം, കൊണ്ടാട്ടമുളക്, അച്ചാർ, പുളിയിഞ്ചി, പിന്നെ കുറേ വക അരിക്കൊണ്ടാട്ടം അങ്ങനത്തെ സാധനങ്ങളും കുറേ പൊടികൾ, ചട്നിപ്പൊടി, ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറേ പൊടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലം പാർക്കിംഗ് ആയിരുന്നു. നല്ല സൗകര്യമുണ്ട് പാർക്കിംഗ് ചെയ്യാൻ. എൻട്രൻസ് ഞങ്ങളിങ്ങനെ എൻട്രൻസിൽ ചെറിയൊരു മഴ പെയ്തു കേട്ടോ. പിന്നെ ഒരു വെയിലും വന്നു. 11:30 ആയിരുന്നു സമയം ഞങ്ങൾ പോകുമ്പോൾ. അപ്പോഴന്നെ നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓണ സീസണായ കാരണം കുറേ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ട് കൂട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കാണ് പോകപ്പെട്ടു കേട്ടോ. പക്ഷേ എന്നാലും നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ സാധാരണ പോകുമ്പോൾ കുറേ വട്ടം പോയി കഴിച്ചിട്ടുണ്ട് സദ്യ. പക്ഷേ ഓണസദ്യ ആദ്യമായിട്ടാണ്. ഞങ്ങൾ കയറിയിരുന്നത് മുകളിലത്തെ നിലയിലാണ്. നല്ല തിരക്കുണ്ടെങ്കിലും നമുക്ക് തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. നല്ല അവരുടെ സർവീസും നല്ല സർവീസ്. ഈ കാണുന്ന പോലെയായിരുന്നു. ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ വന്നു. നല്ല കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കില്ലാത്ത ഒരു ഫീലുണ്ട്. നല്ല ഭക്ഷണമാണ് കേട്ടോ. ഇത് എൻട്രൻസ് ഡോറിൽ ഓണായ കാരണം അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് മുകളിലത്തെ നിലയിൽ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചുമരുമല്ല പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കഥകളി. ഇത് ഓണസദ്യയുടെ എല്ലാ തരം കറികളുണ്ട്. ഒരു കല്യാണ സദ്യയുടെ എല്ലാ തരം കറികളുണ്ട് കേട്ടോ. പഴം, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി, കൊണ്ടാട്ടമുളക്, അവിയൽ, പരിപ്പ്, നെയ്യ്, സാമ്പാർ, പച്ചടി, കിച്ചടി, ഓലൻ, അവിയൽ എല്ലാം ഉണ്ട്. ബീട്രൂട്ട് കറി പറഞ്ഞിട്ടൊരു കറിയുണ്ട്. പിന്നെ 2 തരം പായസം ഉണ്ട്. പാലട ഉണ്ടായിരുന്നു, പരിപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും പാലട ഒന്നും കൂടി ഇഷ്ടമാണ്. രണ്ടാമത് എത്ര വേണമെങ്കിലും കറികൾ ചോദിച്ചാൽ അവർ വിളമ്പി തരും കേട്ടോ. പിന്നെ പൊന്നിയരി ചോറ് ഇഷ്ടമുള്ളവർക്ക് അതും അവിടെ ഉണ്ട് കേട്ടോ. ഇത് സാധാരണ സദ്യ കഴിക്കുന്ന അരിയാണ്. പിന്നെ അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നു. കൊണ്ടാട്ടമുളക് നല്ല അത്യാവശ്യം പാകത്തിൽ നല്ല കഴിക്കാനുള്ള എരിവും നല്ല ടേസ്റ്റിന്. ചമ്മന്തിപ്പൊടിയിൽ ഒരു ചെറിയൊരു മധുരമുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ചമ്മന്തിപ്പൊടി അരയ്ക്കണം. അതിൽ കുറച്ച് ശർക്കര കുറച്ച് കൂടുതൽ ഇട്ടുണ്ട് അവർ. പിഷാരടി സ്പെഷ്യലായ കാരണം തോന്നുന്നു. നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ കഴിച്ച നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ. ഓണസദ്യ പറഞ്ഞാൽ ഓണസദ്യ തന്നെയായിരുന്നു. സാധാരണ കഴിക്കുമ്പോഴും ഇതിൻ്റെ അടുത്ത് കൂടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മോശമായത് പുളിയിഞ്ചി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. ഈ പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന പപ്പടം മാതിരി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം കാറൊന്നും ഇല്ല തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പടം. അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിച്ച് ഈ കറികളൊക്കെ കൂട്ടി കഴിച്ച് ഈ പായസം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലാവും. രണ്ടാമതൊന്നും ഞാൻ കറികളൊന്നും വാങ്ങിയില്ല കേട്ടോ. കറിയും വാങ്ങിയില്ല, ചോറും വാങ്ങിയില്ല. ഇതന്നെ കഴിച്ചാൽ നമ്മുടെ വയറിനറിയും ധാരാളമാണ്. ഈ പരിപ്പ് കറിയൊക്കെ കൂട്ടിയിട്ട് ആ സാമ്പാറിൽ കൂട്ടി കഴിക്കാൻ പപ്പടവും കൂട്ടിയിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് അറിയൂ. നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. പിന്നെ തോരൻ പറയാൻ മറന്നു കേട്ടോ. തോരൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അവർ മോരും രസവും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അത് വിളമ്പി തരില്ല. അത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് 2 ഞാൻ കൂട്ടിയില്ല. എന്താ വെച്ചാൽ പായസം കൂട്ടുമ്പോൾ ഞാൻ സാധാരണ മോര് കൂട്ടാറില്ല. ഈ 2 പായസം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറ് നല്ല ഫില്ലാവും. സാധാരണ ഈ നേന്ത്രപ്പഴം അല്ലാണ്ടാവും. അത് ഓണ സീസണായ കാരണം നേന്ത്രപ്പഴം വെച്ചിരിക്കുക അവർ. അല്ലെങ്കിൽ ചെറുപഴ ഞങ്ങൾ സാധാരണ കഴിക്കാൻ പോകുമ്പോൾ ചെറുപഴമാണ് ഉണ്ടാവാറ്. ഞങ്ങൾ ഭക്ഷണം സദ്യയൊക്കെ കഴിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറുമ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തു. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് വെയിലും തുടങ്ങി. മഴ അധികം നിന്നില്ല, ചെറിയ ചാറൽ മാത്രം. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയുണ്ടാവും, ജിജീസ് കേക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിൽ ബണ്ണൊക്കെ കിട്ടുന്ന കടയാണ്. കേക്കും ബണ്ണും എല്ലാം നല്ല ടേസ്റ്റിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബട്ടർ കസ്റ്റാർഡ് ബണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 2 എണ്ണത്തിന് 130 രൂപയാണ് ചാർജ്. നല്ല നല്ല ഉള്ളിൽ നല്ല ക്രീമും നല്ല ആ ബട്ടറിൻ്റെ നല്ല ടേസ്റ്റും നമുക്ക് നന്നായിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ഫീൽ ഉണ്ടാവും. പിന്നെ ബണ്ണാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ്. അവരുടെ പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ. ജിജി കേക്ക്സ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ബണ്ണാണ്. അത് തുറക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണോ അതിൽ ബട്ടറും ക്രീമും ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ ബട്ടർ ബണ്ണാണ് കേട്ടോ.